Let's get let's get let's get let's get scratching. നമസ്കാരം, ഞാൻ നിങ്ങളുടെ രോഹിത്. ഇന്ന് പറയാനുള്ളത് ചിന്ന ചിന്ന ആസൈ എന്ന സിനിമയെ പറ്റിയാണ്. ബാല്യം നമ്മളെ ഒരിക്കലും വിട്ടുപോകാത്ത ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടമാണ്. അത്തരം ബാല്യകാലങ്ങൾക്ക് ചിന്ന ചിന്ന ആസൈകൾ ഒരുപാട് ഉണ്ടാകും. 52 വയസ്സുള്ള തമിഴത്തിയായ ഒരു ബാലികയാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. ബാല്യത്തിൽ നടക്കാതെ പോയ കുറച്ച് ആഗ്രഹങ്ങളും കൊണ്ട് വാരണാസിയിലേക്ക് ഒരു പാക്കേജ് ടൂർ ടീമിൻ്റെ കൂടെ യാത്ര വന്നതാണ് ലീല. എന്നാൽ ഒരു സാഹചര്യത്തിൽ കൂട്ടം തെറ്റി ലീല ഒറ്റപ്പെടുന്നു. അങ്ങനെയാണ് മാധവൻ മാഷിനെ പരിചയപ്പെടുന്നത്. വാരണാസിയിൽ നൃത്തം പഠിക്കുന്ന മകളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതുകൊണ്ട് മാധവൻ മാഷിന് വാരണാസി നല്ല പരിചയമാണ്. അതുകൊണ്ട് തന്നെ വാരണാസിയിൽ പുതിയ ആളായ ലീലയെ സഹായിക്കാൻ മാധവൻ തീരുമാനിക്കുന്നു. ഒരു ഫീൽ ഗുഡ് രീതിയിൽ പറഞ്ഞു പോകുന്ന കഥ ആദ്യമേ തന്നെ പ്രേക്ഷകരെ കഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. കഥയുടെ ഒഴുക്കിനെ സ്വാധീനിക്കുന്ന സംഭാഷണങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയും വാരണാസിയിലെ കാഴ്ചകളിലൂടെയും ദൃശ്യാനുഭവം എന്നതിലുപരി കഥാപാത്രം അനുഭവിക്കുന്ന അനുഭൂതി നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. ഇവിടെ പ്രധാന കഥാപാത്രങ്ങൾ മധ്യവയസ്കരാണ്. ഒരുപക്ഷെ മധ്യവയസ്കരായ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഈ സിനിമ കണക്റ്റ് ആകും. അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രധാന കഥാപാത്രങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. എങ്കിലും ഇടയ്ക്ക് ഒരു ചെറിയ വേഷം ചെയ്ത ഒരു നടൻ മനസ്സിൽ ഉടക്കി നിൽക്കുന്ന കഥാപാത്രമായി നടന്നകന്നു പോകുന്നുണ്ട്. വിഷ്ണു അഗസ്ത്യ ആയിരുന്നു ആ കഥാപാത്രം അവതരിപ്പിച്ചത്. പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തത് ഇന്ദ്രൻസ്, മധുബാല എന്നിവരായിരുന്നു. അവർക്കുള്ളിലെ ആ കെമിസ്ട്രി നന്നായി വർക്കായിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ആക്ടേഴ്സായി എത്തിയ കഥാപാത്രങ്ങളിൽ സ്പേസ് ഇല്ലാതെ പോയത് ഒരാൾക്ക് മാത്രമായിരുന്നു. ടെക്നിക്കലായി പോരായ്മകളൊന്നുമില്ല. ഒരിടത്തും ലാഗ് തോന്നിച്ചിരുന്നുമില്ല. സംവിധാനവും നന്നായിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് അത്ര നന്നായി തോന്നിയില്ല. ഇത്തരം ഫീൽ ഗുഡ് സിനിമകളിൽ ഏറ്റവും മികച്ച ക്ലൈമാക്സ് അവസാനമായി ഒരു മലയാള സിനിമയിൽ കണ്ടത് അരവിന്ദൻ്റെ അതിഥികളിലായിരുന്നു. ധാർമ്മികമായി നോക്കുമ്പോൾ ക്ലൈമാക്സ് യോജിച്ചു പോകുന്നുണ്ടെങ്കിലും അവസാന സീനുകളിലേക്ക് എത്തിക്കാതെ മണ്ണാങ്കട്ടയുടെയും കരീലയുടെയും കഥയോടെ അകന്നു പോകുന്ന ആ ദൃശ്യത്തോടെ നിർത്തണമായിരുന്നു. എന്നിരുന്നാലും സിനിമ തീർന്നു കഴിയുമ്പോൾ ഒരു ചെറുനോവായി കഥാപാത്രങ്ങളുടെ നൊമ്പരങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ സിനിമ ഒരു വട്ടം കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ OTTയിൽ ലഭ്യമാണ്.